ഹേ ഹലോ എവറി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു ഓട്ട്മീൽ സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ലൊരു അടിപൊളി റിച്ച് ലുക്ക് തരുന്ന ഒരു കണ്ടാൽ കോൾഡ് പ്രോസസ്സായിട്ട് തോന്നുന്ന പക്ഷെ നമ്മൾ മെൽറ്റ് ആൻഡ് പോർ പ്രോസസ്സ് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു സോപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗോട്ട് മിൽക്ക് ബേസാണ്. അപ്പോൾ ഗോട്ട് മിൽക്ക് ബേസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സോപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. 1 kg സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമലി ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ 500 ഗ്രാമൊക്കെയാണ് സോപ്പ് ബേസ് എടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യാറുള്ളൂ വീഡിയോക്കായിട്ട്. ഇതിപ്പോൾ ഞാൻ 1 kg എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർ നമുക്ക് തന്ന ഓർഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ 1 kg സോപ്പ് ബേസ് ഗോട്ട് മിൽക്ക് ബേസ് എടുത്തിട്ട് നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ചെറിയ പീസസായി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു വെയ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് നല്ലതായിരിക്കും കേട്ടോ. നല്ല ഉപകാരമുള്ളതാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചൈന പ്രൊഡക്റ്റാണ്. ആമസോൺ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ തന്നെ ഇതിപ്പോൾ ഒരു 4ാമത്തെ 5ാമത്തെയോ പ്രാവശ്യമാണ് വാങ്ങിക്കുന്നത്. ഒരു 6 month ഒക്കെ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു 5ാമത്തെയോ കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു എണ്ണം. പിന്നെ വലിയ മെഷർമെൻറ്റ്സ് എടുക്കാൻ നമ്മളിൽ വേറെ ഉണ്ട് 50 കിലോൻ്റെ ഒക്കെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പോക്കറ്റ് സ്കെയിൽ വേറെ ഉണ്ട്. അത് ഞാൻ വേറെ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ ഒരു 30 കിലോ വരെ അല്ലെങ്കിൽ ഒരു 10 മുതൽ ഒരു 30 ആ ഒരു ഇടയിലൊക്കെ 35 ഒക്കെ ഇതിൽ കിട്ടാനായിട്ട് ഒന്നും കൂടെ നല്ലത് ഇങ്ങനത്തതായിരിക്കും. പിന്നെ ഞാനിത് അവിടെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല നൈസ് പൗഡറായിട്ട് കിട്ടും. സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഹണിയാണ്. അപ്പോൾ ഹണി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഹണിയാണ്. നമ്മളിത് ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഈ ഒരു പഞ്ചസാരയും ശർക്കര ഇട്ടിട്ടുള്ള ഹണിയൊന്നുമല്ല. നമ്മളെപ്പോഴും ഇവരെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഞങ്ങൾ ചപ്പാത്തിയിൽ തേന് തേച്ച് കഴിക്കാറുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കുക, ട്രൈ ആക്കി നോക്കുക. ചപ്പാത്തിയും ഹണിയും ഒരു അടിപൊളി കോമ്പോണ്. ജസ്റ്റ് അതിലൊന്ന് തേക്കുക, ബ്രെഡിൽ തേക്കുന്ന പോലെ തേച്ചിട്ട് ഒന്ന് റോളാക്കിയിട്ട് കഴിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഹണി കണ്ട. അതിൻ്റെ കളറൊക്കെ നോക്കി ഒരു ഡാർക്ക് റെഡിഷ്, ഒരു ബ്രൗൺ, ബ്ലാക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ ഫുൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഹണിയും പിന്നെ വന്നിട്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു വലിയ 3 ടേബിൾ സ്പൂൺ എടുക്കുക. കാരണം ഒരു 1 kg ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നൈസ് പൗഡർ നമ്മൾ ഈ ഒരു മെൽറ്റ് ചെയ്ത സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ആ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു പാലിൻ്റെ കളറായിരിക്കും നമുക്ക് ഈ ഒരു ബേസ് നമുക്ക് എന്ത് ചെയ്യുക മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക. ഇനി ഈ ഒരു പൗഡർ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു കളർ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു എന്താ പറയുക, പാലിൽ ബിസ്ക്കറ്റൊക്കെ കലർത്തിയാൽ കിട്ടുന്ന ആ ഒരു ശരിക്കും ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീം കളറിലേക്ക് മാറും കേട്ടോ. ആ ഒരു ശരിക്കും ഒരു ഓട്സിൻ്റെ കളറും അതേപോലെ തന്നെ അത് ആഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ഓട്സിൻ്റെ സ്മെല്ലും, നമ്മൾ ഓട്സ് ഉണ്ടാക്കി കഴിക്കൂലേ പാലിൽ ചേർത്തിട്ട്, അതേപോലത്തെ ഒരു സ്മെല്ലും നമുക്ക് വരും. നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. ഓട്സ് നമ്മൾ സ്കിന്നിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഞാനൊക്കെ കുറേ ഓട്സിൻ്റെ ഒരു ഫേസ് പാക്കൊക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. നമ്മളെ സ്കിന്നൊക്കെ ഭയങ്കര സൂത്താക്കി മോയ്സ്ചറൈസ് ആക്കി പിന്നെ എക്സ്ഫോളിയേഷനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മളെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്ത് സ്കിന്നിൻ്റെ ആ ഒരു കോംപ്ലക്ഷൻ ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് 2 ഷെയ്ഡൊക്കെ നമുക്കൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ, സ്കിൻ ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ നല്ല അടിപൊളിയാണ്. അതിനൊക്കെ ആയിട്ട് നല്ല നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഓട്സിൻ്റെ പാക്കൊക്കെ ഇടാം കേട്ടോ. ഇപ്പോൾ പാലൊഴിച്ചിട്ടാണെങ്കിലും ഇടാം, അല്ലെങ്കിൽ എന്താ പറയുക ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടും അതിൻ്റെ പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്തിട്ടും ഇടാം. അപ്പം അങ്ങനെയൊക്കെ മടിയുള്ളവർക്ക് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ ഒരു സോപ്പ് വെച്ച് കുളിച്ചാൽ മാത്രം മതിയാവും. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഓട്ട്മീൽ സോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ സോപ്പ് ജസ്റ്റ് ഒന്ന് ആ ഒരു പൗഡർ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് നമ്മളെ ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതല്ല നിങ്ങളതിൽ ബ്ലെൻഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കുറേ നേരം മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതല്ലാതെ ഈ ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ കണ്ടോ നമുക്ക് ആ ഒരു തരി ഉള്ളതൊക്കെ അതിൽ പൊടിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഹണിയാണ് ഇപ്പോൾ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഹണി ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വൈറ്റമിൻ ഇ ഓയിലാണ്. കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 3 ഡ്രോപ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ ക്യാപ്സ്യൂളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ എന്തായാലും 1 kgയിലേക്ക് ഒരു എന്താ പറയുക ഒരു 20 ക്യാപ്സ്യൂളെങ്കിലും ആഡ് ചെയ്യണം. ഇതാവുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കോൺസെൻട്രേറ്റഡ് ആണ്, നല്ല കട്ടി ഉണ്ടായിരിക്കും. നമ്മളെ കയ്യിൽ ആദ്യം വന്നിരുന്നത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ വരുന്നത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇപ്പോൾ വരുന്ന വൈറ്റമിൻ ഇ ഓയിൽസ് എല്ലാം. പിന്നെ ഞാനിവിടെ സ്മെല്ലിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജാസ്മിൻ്റെ ഫ്ലേവറിലുള്ള സ്മെല്ലാണ്. നമ്മളെ കയ്യിലുള്ള ജാസ്മിൻ്റെ ഫ്ലേവർ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മളെ കസ്റ്റമേഴ്സൊക്കെ വാങ്ങിച്ചവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് ജാസ്മിൻ. കാരണം മുല്ലപ്പൂവും പിന്നെ നമ്മൾ വൈറ്റ് കളറിലുള്ള സോപ്പുകളിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലത്തെ അത്രയും അടിപൊളി സ്മെല്ലാണ്. യൂസ് ചെയ്തവരെല്ലാവരും പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. കുറേ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിലും കൂടെയാണ്. പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക കേട്ടോ. എല്ലാ മെറ്റീരിയൽസും നമ്മളിൽ അവൈലബിൾ ആണ്. സോപ്പ് ബേസ് ആണെങ്കിലും മോൾഡുകളാണെങ്കിലും അതേപോലെ തന്നെ ബാക്കി എന്തൊക്കെ ഐറ്റംസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നമ്മളിൽ അവൈലബിൾ ആണ് കേട്ടോ. ലിപ് ബാം, ഷാമ്പൂ, ഫേസ് വാഷ്, പിന്നെ ക്രീം ബേസ്, അങ്ങനെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സോപ്പ് ബേസാണ് നമ്മളിൽ വരുന്നത്. 3 റേഞ്ച് സോപ്പ് ബേസ് വരുന്നുണ്ട് കേട്ടോ. നോർമലി സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സോപ്പ് ബേസ് വരുന്നുണ്ട്. അതല്ലാതെ ഹൈ ക്വാളിറ്റി സോപ്പ് ബേസ് വരുന്നുണ്ട്. ബേബീസിന് യൂസ് ചെയ്യുന്ന 5.5 pH വരുന്ന ബേബി ബേസ് വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, മോൾഡിലേക്ക്. അപ്പോൾ ഇതൊരു 1 kg മോൾഡാണ് വരുന്നത്. നല്ല അടിപൊളി സിലിക്കൺ മെറ്റീരിയലിൽ വരുന്ന ഒരു മോൾഡാണ് 1 kg മോൾഡ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പകുതിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി നമുക്ക് ഇതൊന്ന് സെറ്റായതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴത്തേനും നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു എന്താ പറയുക ഒരു ഹണി ടച്ച് വരുന്ന ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു എന്താ പറയുക ഒരു ഹണി കളർ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കളർ ഇതൊരു ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. എനിക്കതൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട് എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് ഒരു 3-4 ഡ്രോപ്സാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറ് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സെറ്റായതിൻ്റെ മുകളിൽ കുറച്ച് ഓട്സ്, ഞാൻ നോർമൽ ഓട്സ് ഇട്ടാൽ പൊടിക്കാത്ത ഓട്സ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹണി ഷെയ്ഡിൽ വരുന്ന ആ ഒരു ബാറ്റർ നമ്മൾ അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിലൊക്കെ ആ ഒരു ഓട്സ് ഒന്ന് കലർന്ന് വരും. കാരണം മറ്റത് നമ്മൾ പ്ലെയിനായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണല്ലോ, പൊടിയൊക്കെ നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ലെയർ കുറച്ച് ഒന്നും കൂടെ എന്താ പറയുക അവിടെ ഇവിടെ ഓട്സിൻ്റെ പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഓട്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒറിജിനലായിട്ട് തന്നെയാണ് നമ്മളെല്ലാതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓട്സിൻ്റെ പൗഡറും കാര്യങ്ങളൊക്കെ എന്നാലും കാണുമ്പോൾ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ആ ഒരു ഒറിജിനൽ നാച്ചുറൽ ഫിനിഷിങ്ങും ഫീലിങ്ങും ഒക്കെ കിട്ടും. ഇനി ഇത് നമ്മളൊരു 2 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം നോർമൽ ആ ഒരു സോപ്പ് മോൾഡ് 100 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡിൽ വെക്കുന്ന പോലെ ഇല്ല കേട്ടോ. ഈ ഒരു 1 kg ബാറ്ററിൽ വെക്കുന്നത് നമ്മൾ മുകളിൽ ഭാഗം നമ്മൾ നന്നായിട്ട് ഉറച്ചെങ്കിലും താഴ്ഭാഗം അല്ലെങ്കിൽ ഉള്ളേരിയൊക്കെ ചിലപ്പോൾ ഉറക്കാത്തതുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും 2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ വെക്കണം, എന്നെങ്കിലാണ് കംപ്ലീറ്റ് നമുക്ക് ഫുള്ളായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് അൺമോൾഡ് ചെയ്യാം. നമ്മൾ സോപ്പ് ഇവിടെ ഫുള്ളായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അൺമോൾഡ് ചെയ്ത് നോക്കാം. എന്താ അടിപൊളിയായിട്ടാണ് ഗായ്സ് നമ്മളെ സോപ്പ് വന്നിട്ടുള്ളത്. അടിഭാഗമാണെങ്കിലും മുകൾ ഭാഗമാണെങ്കിലും നല്ല അടിപൊളി നല്ല ഫിനിഷിങ് കൊടുക്കാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക ഓരോരോ പീസായിട്ട്. ഓരോരോ പീസ് മീൻസ് നമുക്ക് ആ ഒരു സോപ്പിൻ്റെ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ ഓരോ പീസായി കട്ട് ചെയ്തെടുക്കുക. നല്ല ഡബിൾ ഷെയ്ഡിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സോപ്പ് മേക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല അടിപൊളി ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോപ്പ് മേക്കിംഗ് ആണെങ്കിലും ഷാമ്പൂ, ഫേസ് വാഷ്, ലിപ് ബാമിൻ്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ കുറേ നല്ല അടിപൊളി വീഡിയോസ് കിട്ടാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.